ഇതേ സമയം തന്നെ റെബേക്ക ആ വീടിന് മുന്നിലൂടെ പോകുമ്പോ ജോർജ ബ്ലഡിന്റെ ജാറ് വീടിന് വെളിയിൽ തൂക്കിയിടുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ഗ്രാമത്തിലെ പല വീടുകളിലും ഗ്രേസിന്റെ ഫോട്ടോസ് ഒട്ടിച്ചു വെച്ചിരുന്നു. റെബേക്ക അങ്ങനെ ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുക. ഈ ഒരു സമയത്താണ് ആ ചെകുത്താനെ കണ്ട് പേടിച്ച് കിളിപോയ എയ്ഡ മുത്തശ്ശിയെ കാണുന്നത്. ചോദിച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒന്നും തന്നെ പറയാൻ വയ്യ. പേടിച്ച് കിളിപോയി എന്തൊക്കെയോ പിച്ചയും പെയ്യൊക്കെ പറയുന്നുണ്ട്. റെബേക്ക ഉടനെ തന്നെ എയ്ഡ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുത്തശ്ശിയുടെ കൈ പിടിച്ച് റെബേക്ക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ ഇത്ര നേരം പേടിച്ച് കിളി പോയിരുന്ന മുത്തശ്ശി അവളോട് പറയും, നീ പ്രാർത്ഥിക്കുന്നത് അവന് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം തന്നെ ആ വീടിനുള്ളിൽ നിന്ന് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ വീട് തന്നെ കുലുങ്ങുന്നുണ്ട്. ഇപ്പോ എയ്ഡ മുത്തശ്ശി ചോദിക്കും, നീ പേടിച്ചോ? അവൻ ഇവിടെ തന്നെയുണ്ട്, നീ അവനെ തിരിഞ്ഞു നോക്ക്. റെബേക്ക പേടിച്ച് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ എന്തോ ഒരു രൂപം ആ മുറിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ മുറിയുടെ ഡോറങ്ങടഞ്ഞു. എയ്ഡ മുത്തശ്ശി ഈ സമയം എന്തൊക്കെയോ